ഇതാ അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്. ഇത് അങ്ങോട്ട്. ഈശ്വര, കേശു, സദ്യ കാലായില്ലേ, പന്തലിൽ ഇലയിടാൻ തുടങ്ങിക്കോട്ടെ. മഹേശ്വരൻ എവിടെ? ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരെ ഞാൻ കണ്ടിട്ടില്ല. അർജുനൻ എന്തെടുക്കുക? അമേരിക്കയിൽ നിന്ന് വന്ന വിഷ്ണുവും കുട്ടികൾക്കും എവിടെ? വിളിക്കവരെ. അവരൊന്നും കല്യാണത്തിന് വന്നില്ല മുതലാളി. എങ്കിൽ സാരമില്ല, ഇത്രയും പേരൊക്കെ ഉണ്ടല്ലോ, എന്റെ കുഞ്ഞിന് അത് മതി. എത്ര കൂട്ടം പായസം? 2 കൂട്ടം. പാൽ പായസം, അടപ്പായസം. ഓ, തന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചാ ഇങ്ങനെയാണ്. എടോ, 4 കൂട്ടം പായസം ഇല്ലാണ്ട് ഇവിടെ ഒരു കല്യാണം നടന്നിട്ടുണ്ടോ? മുതലാളി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു. വേണമെന്ന് പ്രത്യേകിച്ച് പറയണോ? അപ്പാപ്പ, പായസത്തിന്റെ എണ്ണത്തിൽ എന്താ കാര്യം? എനിക്ക് അപ്പാപ്പന്റെ സ്നേഹം ഉണ്ടല്ലോ, എനിക്കത് മതി. അതാ ശരി. കൊടുക്കും തോറും ഏറി വരുന്ന ധനം അതേ ഉള്ളു കുഞ്ഞേ. അക്കാര്യത്തിൽ അപ്പാപ്പൻ കോടീശ്വരനാ. കൊടുത്തു കൊടുത്തു സമ്പാദിച്ച കോടീശ്വരൻ. അപ്പാപ്പൻ കുറച്ചു നേരം ചെന്ന് കിടക്ക. വാ. ഏയ്, അതൊന്നും പറ്റത്തില്ല. നിന്റെ കല്യാണത്തിന് സദ്യക്ക് വിളമ്പുകാരനായിട്ട് എനിക്കും കൂടണം. അതിന് സദ്യ ഉണ്ണാനൊന്നും ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അപ്പാപ്പ. ഇല്ല, നേരാ. പന്തലും 1000 ആൾക്കാരും അപ്പാപ്പന്റെ കിനാവായിരുന്നു. ഒന്നും നടന്നില്ല. നിനക്ക് ജന്മം നൽകിയ നിന്റെ അച്ഛൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പാപ്പ, എന്റെ അപ്പാപ്പനില്ലേ എനിക്ക്? അന്നാമേ, അന്നാമേ, എനിക്കത് വിശ്വസിക്കാൻ മേല. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇച്ചായം പെട്ടെന്ന്. അതാടി കർത്താവിന്റെ കളി. അസുഖം ഭേദമായപ്പോ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കോടതിയിലേക്ക് അയച്ചു. അപ്പൊ കോടതി ഉടനെ എന്നെ ഹാജരാക്കാൻ കൽപ്പിച്ചു. അറിയാതെ പറ്റിപ്പോയ സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരണമെന്ന് ഞാൻ കരഞ്ഞപേക്ഷിച്ചപ്പോ കോടതി എന്നെ വെറുതെ വിട്ടടി അന്നാമ്മേ. എന്റെ കർത്താവേ, നീ ഞങ്ങളെ കാത്തു. ഈ വീട്ടിലോട്ട് പിന്നെയും സന്തോഷം തിരിച്ചു തരുവാന്നോ നീ? അതേടി അന്നാമ്മേ, ഇനി ഈ കുടുംബത്തിൽ സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ. നല്ല അപ്പനായി, നല്ല വലിയപ്പനായി, നല്ല ഭർത്താവായി ഇനി ഈ ഫിലിപ്പോസ് ജീവിക്കാൻ പോവുക. അല്ല, ജീവിതം തുടങ്ങാൻ പോവാ. അതിനാദ്യം സെലീന ഇവിടെ എത്തണം. അവക്കൊരു കുഞ്ഞും പിറക്കണം. പിന്നെ ഈ വീട് പറുദീസ അല്ലയോടി, പറുദീസ. എങ്കിൽ പിന്നെ ഉടനെ ഒരു മിന്നുകെട്ട് ചടങ്ങ് നടത്തണോ ഇച്ചായ? വേണമെങ്കിൽ ജോലി കൂടി രാജിവെപ്പിക്കാം നമുക്ക്. അവക്ക് മടുത്തു തുടങ്ങി പോലീസ് പണി. അതൊക്കെ സെലീന മോളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. നമ്മളായിട്ട് ഒന്നിനും നിർബന്ധിക്കണ്ട. പക്ഷെങ്കിൽ മിന്നുകെട്ട് കഴിഞ്ഞ ഉടനെ ഒരു കാര്യം ചെയ്യണം. എല്ലാരും കൂടി വേളാങ്കണ്ണിയിലും മലയാറ്റൂരും ഒന്ന് പോണം. കോടതി വിധി വന്നപ്പം ഞാൻ നേർന്ന നേർച്ചയാത്. എന്നെ വെറുതെ വിട്ടതായി വിധിച്ച ഉടനെ നെഞ്ചിനകത്തുനിന്ന് ഉയർന്ന പ്രാർത്ഥനയായിരുന്നു അത്. അമ്മച്ചി, എന്നാ അമ്മച്ചി, എന്നാ വെച്ച പറ. കിനാവ് അപ്പച്ചവനോട് വന്നതായിട്ട്. അത് തന്നെ ഓർത്ത് കിടന്നിട്ടില്ലേ അമ്മച്ചി? അപ്പച്ചന്റെ കഴുത്തിൽ കൊലക്കയറി വീണടാ മോനെ. ഇതൊക്കെ അമ്മച്ചിയുടെ പേടിയാ. ഞാൻ പറഞ്ഞല്ലോ, ഭ്രാന്തായ അവസ്ഥയിൽ എന്നാ കുറ്റം ചെയ്താലും കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ലെന്ന്. പിന്നെ എന്തിനാടാ ഞാൻ ഇങ്ങനെ ഒരു കിനാവ് കണ്ടത്? അതല്ലയോ പറഞ്ഞത്. വേണ്ടാത്ത ഓരോ പേടിയും കൊണ്ട് നടക്കാം അമ്മച്ചി. കിടന്നുറങ്ങാൻ നോക്ക്.
എന്റെ മാതാവേ, അതിയാനെ കാത്തോളണേ. എങ്ങനെയുണ്ട് സോഫിയ ആന്റിക്ക്? മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെ. വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് സെലീന അല്ലേ? കഷ്ടപ്പാട് എന്നെ ഒരിക്കലും തളർത്താറില്ല ബോബൻ. സങ്കടങ്ങളും തളർത്താറില്ല. പക്ഷേ സ്നേഹത്തിന്റെ വേർപിരിയൽ താങ്ങാനാവില്ല എനിക്ക്. അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന മമ്മിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള തോന്നൽ വരുമ്പോ ഞാൻ തളർന്നു പോവുക. അകാലത്തിൽ മണ്ണിനടിയിലേക്ക് പോയ സോനയ്ക്കും എന്റെ ഡാഡിക്കും എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. മമ്മിയും അതുപോലൊരു ദിവസം. ഏയ്, നീ തളരുന്നത് കാണാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാ ഞാൻ. നിന്റെ ദേഷ്യം സഹിക്കാം, വെറുപ്പ് സഹിക്കാം. പക്ഷേ നീ മനസ്സ് തളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റത്തില്ല സെലീന. ഇപ്പോ എനിക്ക് തോന്നുക മനസ്സിനും ശരീരത്തിനും ഒരു കൈത്താങ്ങില്ലെങ്കിൽ ഞാൻ വീണു പോകുന്നു. തൊട്ടടുത്തൊരു താങ്ങായി ബോബനുണ്ടായിട്ടും ഇത്രയും നാളും അത് വേണ്ടാന്ന് വെച്ചു ഞാൻ. വേണ്ടാത്ത വാശിയാണോ അതോ ദുരഭിമാനമാണോ എനിക്കറിയത്തില്ല. ടീന ഒരു വലിയ പാഠം എന്നെ പഠിപ്പിച്ചിരിക്കപ്പോ, സ്വന്തം ജീവിതം കൊണ്ട്. ആ പാഠം എന്റെ വാശിയും ദുരഭിമാനവും ഒക്കെ കളഞ്ഞിരിക്കുക ബോബൻ. എനിക്ക് ബോബനെ വേണം. എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു താങ്ങായിട്ട് നിന്നെയും എനിക്ക് വേണം സെലീന. അമ്മച്ചി, ഒത്തിരി ആലോചിച്ച ശേഷം ഞാൻ എടുത്തൊരു തീരുമാനം ഇപ്പൊ പറയാ. അമ്മച്ചിയുടെയും ബോബന്റെയും ഒക്കെ ആഗ്രഹം തന്നെയാ എന്റെ മനസ്സിലും. അമ്മച്ചി എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞതൊക്കെ മറന്ന് ഒരു പുതിയ ജീവിതം ബോബന്റെ കൂടെ ആരംഭിക്കാൻ തീരുമാനിച്ചു. എന്റെ പൊന്നുമോളെ, ഇപ്പോഴെങ്കിലും നിനക്കത് തോന്നിയല്ലോ. കർത്താവിന്റെ തീരുമാനം അത്, അല്ലാതെ ഞാനോ നീയോ ഒന്നും എടുത്തതല്ല അത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ നിങ്ങളെ ഒന്നിപ്പിക്കാൻ പോവുക. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ ദോഷങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞങ്ങളുടെ നാവും അധരവും വ്യാജം പറയാതെ കാത്തുകൊള്ളണമേ. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞങ്ങൾക്ക് കനിഞ്ഞു നൽകണമേ. ആമേൻ. ആമേൻ. ഈ സന്തോഷം കാണാൻ നിങ്ങളുടെ അപ്പച്ചനും കൂടെ ഇവിടെ വേണമായിരുന്നു. അമ്മച്ചി പിന്നെയും കരയാൻ തുടങ്ങുവാണോ? എന്നാ പറഞ്ഞു തുടങ്ങിയാലും അവസാനം എത്തി നിൽക്കുന്ന സങ്കടത്തിലാ. ഇപ്പൊ നിനക്കത് മനസ്സിലാവുകയല്ല. 10-25 കൊല്ലം ഒന്നിച്ചുണ്ടു ഉറങ്ങിയും കഴിയുമ്പോ ദേ ഇവളും അങ്ങനെ തന്നെ ആവും. എന്നാ പറഞ്ഞാലും അവസാനം നിന്റെ വിഷയത്തിൽ തന്നെ എത്തി നിൽക്കും. അമ്മച്ചി പറഞ്ഞത് ശരിയാ ബോബൻ. എന്റെ മമ്മിയും ഇതേ പരുവം തന്നെയാ. ഏത് വിഷയമായാലും ശരി, പറഞ്ഞു പറഞ്ഞ് അവസാനം ഡാഡിയുടെ കാര്യത്തിലെത്തി നിൽക്കും. നെഞ്ചി സ്നേഹമുള്ളവരങ്ങനെ തന്നെ. എന്നാ ദോഷം ഉണ്ടായാലും എനിക്കൊരു മുള്ളു കൊണ്ടാ നോവുന്ന മനസ്സാ ഇവന്റെ അപ്പൻ്റേത്. ചിലപ്പോ കോടതി ശിക്ഷിക്കുമായിരിക്കും. എന്നാലും എന്റെ നെഞ്ചിനകത്തുള്ള കോടതി ഇവന്റെ അപ്പന് ശിക്ഷ വിധിക്കുകയല്ല. എന്നതാ അമ്മച്ചി, പിന്നെ അത് തന്നെ പറയണോ? ദേ, ഇന്ന് മുതൽ സന്തോഷത്തിന്റെ ദിവസങ്ങളാ. ആ സന്തോഷം അമ്മച്ചിയുടെ കണ്ണിലും കാണണം. എങ്കിൽ അമ്മച്ചി ഒരു കാര്യം പറയാം. ടീനയുടെ കൊച്ചിന്റെ കാര്യ. ഇത്രയും ദിവസം കടുംപിടുത്തമായിരുന്നു ഞാൻ. ഇനി അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വിടുക. കൊച്ചിനെ ഈ വീട്ടിൽ വളർത്തണമെന്ന് നിങ്ങൾക്ക് രണ്ടാക്കും തോന്നുവാണെങ്കിൽ അമ്മച്ചിക്കും അത് സമ്മത. ഇനി നിങ്ങളുടെ സന്തോഷ അമ്മച്ചിയുടെയും സന്തോഷം.
നിനക്കെന്താ കാട്ടുമാക്കാനെ ഒരു നാണം? എനിക്ക് തന്നെ നാണം. അത് നിനക്കാ. അങ്ങനെ നാണിക്കുന്ന പെണ്ണൊന്നും അല്ല ഞാൻ, നിനക്കറിയാലോ. ഒരുപാട് പൊള്ളലേറ്റ മനസ്സാ എന്റേത്. അതിനുള്ളിൽ നാണവും പ്രേമവും ഒന്നുമില്ല. ജനിച്ചപ്പോഴേ മലമ്പനി വന്ന അമ്മ മരിച്ചു. അപ്പൻ ആരാണെന്നറിയാതെ അനാഥയായി വളർന്നു. നേരീറ്റുകാരുടെ ഔദാര്യം കൊണ്ട് പട്ടിണി കിടന്നില്ല. എങ്കിലും തന്തയില്ലാത്തവളെന്ന് പറഞ്ഞ് പലരും പലതവണ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ നീയായിരുന്നു എനിക്ക് ആകെയുള്ള തുണ. നിന്നെ ഞാൻ എന്റെ ദൈവത്തെ പോലെ കണ്ടത്. എന്നിട്ടും നീ എന്നെ തെറ്റിദ്ധരിച്ചു, എന്നിൽ നിന്ന് അകന്നു പോയി. ആ പഴങ്കഥയൊക്കെ പറഞ്ഞ് ഈ രാത്രി ഇല്ലാതാക്കാൻ പോവാ? എല്ലാം കഴിഞ്ഞില്ലേ? നിനക്കറിയാലോ, ഞാനും നിന്നെ പോലെ ഒരു അനാഥനായിരുന്നില്ലേ? കാട്ടുകിഴങ്ങൻ നിന്ന് ആർക്കെയോ പഠിപ്പിച്ച് വിപ്ലവവും മുദ്രാവാക്യവും മുഴക്കി ചോരയ്ക്ക് ചോരയെന്നും പറഞ്ഞ് നടന്നൊരു കാലം. എന്നിട്ടോ നമ്മളെയൊക്കെ ആരോ മുതലെടുക്കുകയായിരുന്നു. മന്ത്രിയെന്നും നേതാവെന്നും ഒക്കെ പറഞ്ഞ് വിട്ടിവേഷം കെട്ടിച്ച് പലരും പലതും നേടി. ഇല്ല, ഇനി അതിന് അനുവദിക്കാൻ പാടില്ല. സാധാരണയുള്ള മറ്റു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു കൂരയ്ക്കുള്ളിൽ പുന്നാരം പറഞ്ഞിരിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഈ രാത്രി നമ്മുടെ ആദ്യ രാത്രി മാത്രമല്ല. ഈ ആദിവാസി ഊരിലെ പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കാമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന രാത്രി കൂടിയായത്. അതെ ചിന്നു, ഇനി നമ്മളെ മരണം വരെ ആർക്കും വേർപെടുത്താൻ കഴിയില്ല. ദയാപരനായ കർത്താവേ, ഈ വേദനയിൽ നിന്നും അവൾക്ക് മോചനം നൽകണമേ. പാപങ്ങൾ പൊറുക്കപ്പെടണമേ. എന്താ അവിടെ ചേച്ചി? കർത്താവേ, ടീന, 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 കണ്ണു തുറക്ക്, കണ്ണു തുറക്ക് ടീന, 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 കണ്ണു തുറക്ക് ടീന. എന്താ ടീന? ഇവളുടെ കൈയൊന്ന് പിടിച്ചേ. എന്താ ടീന? എന്നാ നിനക്ക് വേണ്ടത്? കൈയൊന്നെത്താ. ഇവളെ 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 ഞാൻ ഏൽപ്പിക്കോ? റിച്ചിയുടെ ഭാര്യയായിട്ട്. ടീന, ടീന, എന്താ ടീന? ടീന, ടീന, എന്താ ടീന? ടീന, ടീന, എന്താ ടീന? എന്നാ
ടീന